വെൽക്കം ടു PSC ഇൻസ്പയർ. അപ്പോൾ ഇന്ന് 2022 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. 2021 വേൾഡ് ഗെയിംസ് ഓഫ് അത്ലറ്റിക് ഇയർ പുരസ്കാരം നേടിയ താരം PR ശ്രീജേഷ്. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും പാചകത്തിന് പ്രകൃതിവാതകം എത്തിക്കുന്ന പദ്ധതി സിറ്റി ഗ്യാസ് പദ്ധതി. 2022 ലോക തണ്ണീർത്തട ദിന തീം വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ലോക നേതാവ് നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫിൻ ഇന്നൊവേഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നത് കേരളം. 2022 ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിന പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, പരിചരണ ലഭ്യതയിലെ വിടവില്ലാതാക്കുക. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനും ഏഞ്ചൽ നിക്ഷേപങ്ങളെക്കുറിച്ച് കേരളത്തിലെ നിക്ഷേപകരിൽ അവബോധം വളർത്തുന്നതിനും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഉച്ചകോടി സീഡിംഗ് കേരള സ്റ്റാർട്ടപ്പ് ഉച്ചകോടി. 2022 ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏക ഇന്ത്യൻ താരം ആരിഫ് ഖാൻ. ലോറസ് കായിക പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. 2022 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയത് ഉത്തർപ്രദേശ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് M ജഗദീഷ് കുമാർ. ഏഷ്യയിലെ ഏറ്റവും വലിയ മഞ്ഞുവീട് ഇഗ്ലു നിർമ്മിച്ചത് ഗുൽമാർഗ്. 2022 അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടാണ് കിരീടം നേടിയത്. 2022 അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വേദി വെസ്റ്റ് ഇൻഡീസ്. 2022 അണ്ടർ-19 ഇന്ത്യൻ ക്യാപ്റ്റൻ യഷ്ദുൽ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 1000 മത്സരം തികയ്ക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ 1000ാമത്തെ മത്സരം കളിച്ചത് ഏത് രാജ്യത്തിനെതിരെയാണ്? വെസ്റ്റ് ഇൻഡീസ്. 216 അടിയുള്ള ശ്രീരാമാനുജാര്യരുടെ പഞ്ചലോഹ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദ്, ഷംസാബാദ്. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ പ്രതിമയാണ് ഇത്. ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഹരിതമിത്ര. രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര വിമാന സർവീസ് കമ്പനിയായ ഇൻഡിഗോയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രാഹുൽ ഭാട്ടിയ. 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ. യഥാർത്ഥ നാമം ഹേമ മങ്കേഷ്കർ എന്നാണ്. ലതാ മങ്കേഷ്കർ ഗാനം ആലപിച്ച ഏക മലയാള സിനിമ നെല്ല്. ആൻറ്റിബയോട്ടിക് മരുന്നുകളെ തിരിച്ചറിയാനും അതിലൂടെ ദുരുപയോഗം തടയാനും സഹായകരമാകുന്ന മൊബൈൽ ആപ്പാണ് കോംറേഡ്. കോടതിയുടെ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും BR അംബേദ്കറുടെ ഛായാചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയ ഹൈക്കോടതി കർണാടക. സ്വകാര്യ മേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് തെലങ്കാന. 2022 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സെനഗൽ. ഇസ്രായേലുമായി സൈനിക സുരക്ഷാ ഉടമ്പടി കരാറിൽ ഏർപ്പെടുന്ന ആദ്യ ഗൾഫ് രാജ്യം ബഹ്റൈൻ. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടി എബ്രഹാം ഉടമ്പടി. വനിതകൾക്ക് സ്വയം തൊഴിൽ നേടാൻ മഹിളാശക്തി എന്ന പേരിൽ വായ്പ പദ്ധതി ആവിഷ്കരിച്ചത് കേരള ബാങ്ക്. കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭകർക്കും കൃഷി സംഘങ്ങൾക്കുമായി കുടുംബശ്രീ നടത്തുന്ന ക്യാമ്പയിൻ കരുതൽ. 2022 ഫെബ്രുവരിയിൽ കേരളത്തിലെ ഏതു മലയിലാണ് ബാബു എന്ന യുവാവ് 45 മണിക്കൂർ അകപ്പെട്ടത്? കുറുമ്പാച്ചി മല. മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷിക്കാനുള്ള കരസേന ഓപ്പറേഷൻ പാലക്കാട്. മുഴുവൻ ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി K-ഫോൺ. ഇൻ്റർനെറ്റ് പൗരാവകാശം ആക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം. ഏതു രാജ്യമാണ് ഖൈബർ ബസ്റ്റർ എന്ന ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിച്ചത്? ഇറാൻ.
2022 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള CG ശാന്തകുമാർ പുരസ്കാരം നേടിയത് മലയത്ത് അപ്പുണ്ണി. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം അടൽ തുരങ്കം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായ അടൽ ടണൽ നിലവിൽ വന്നത് ഹിമാചൽ പ്രദേശിലാണ്. നീളം 9.02 കിലോമീറ്റർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായത് ശുക്ല മിസ്ത്രി. 2022 ഫെബ്രുവരിയിലെ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 104. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന പുതുതലമുറയെ നേരിൻ്റെ മാർഗത്തിലൂടെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മാറ്റം. റേഷൻ വിവരങ്ങൾ അറിയാൻ കേന്ദ്ര സർക്കാർ മൊബൈൽ ആൻഡ്രോയിഡ് ഫോണുകൾക്കായി പുറത്തിറക്കിയ ആപ്പ് മേരാ റേഷൻ ആപ്പ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാനും സുതാര്യത വരുത്താനും പരിശോധിക്കാനും വേണ്ടി നിലവിൽ വരുന്ന സംവിധാനം പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. 2022 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ചെൽസി. 2022 ഫിഫ ക്ലബ് വേൾഡ് കപ്പ് വേദി UAE. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യങ്ങൾ നൽകിയതിന് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തിയ പ്രമുഖ ബ്രാൻഡാണ് സെൻഡോഡൈൻ. സ്വർണ്ണ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈന. സൈലൻസറിൽ മാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച നടപടി ഓപ്പറേഷൻ സൈലൻസ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയവർക്ക് ബഹ്റൈൻ ഏർപ്പെടുത്തിയ ഗോൾഡൻ വിസ സ്വന്തമാക്കിയ ആദ്യ വ്യക്തി MA യൂസഫ് അലി. ദേശീയ വനിതാ വോളിബോൾ തുടർച്ചയായി 4ാം കിരീടം നേടിയത് കേരളം. സൗദി അറേബ്യ സ്ഥിരതാമസത്തിന് പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ MA യൂസഫ് അലി. ജർമ്മൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാങ്ക് വോൾട്ടർ സ്റ്റെയിൻമയർ. യൂസഫ് അലി കച്ചേരി സ്മാരക സമിതിയുടെ പ്രഥമ യൂസഫ് അലി കച്ചേരി സ്മാരക ഷോർട്ട് ഫിലിം അവാർഡ് നേടിയ മികച്ച ചിത്രം കാക്ക. പുകയില ശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ഒരുക്കുന്ന ആപ്പ് ക്വിറ്റ് ടുബാക്കോ ആപ്പ്. 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥലം അയ്മനം. 5000 റൺസ് നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മിതാലി രാജ്. സ്വരാജ് ട്രോഫി 2020-21 മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. രണ്ടാമത്തേത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. രണ്ടാമത്തെ മുഖത്തല. മികച്ച പഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളത്തെ. രണ്ടാമത്തേത് എളവള്ളി തൃശ്ശൂർ. മികച്ച കോർപ്പറേഷൻ കോഴിക്കോട്. മികച്ച നഗരസഭ സുൽത്താൻ ബത്തേരി വയനാട്. ഉങ്കളിൽ ഒരുവൻ എന്ന പുസ്തകം രചിച്ചത് MK സ്റ്റാലിൻ. 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച സുർജിത് സെൻ ഗുപ്ത ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. മൂലൂർ S പത്മനാഭ പണിക്കരുടെ സ്മരണയ്ക്കായി നൽകി വരുന്ന 36ാമത് മൂലൂർ അവാർഡ് നേടിയത് D അനിൽകുമാർ. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി. ഇൻഡോമിറ്റബിൾ എ വർക്കിംഗ് വുമൺ നോട്ട്സ് ഓൺ ലൈഫ് വർക്ക് ആൻഡ് ലീഡർഷിപ്പ് എന്ന ആത്മകഥ ആരുടേതാണ്? അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ. UAEയുടെ ആദ്യ ഡിജിറ്റൽ ബാങ്ക് സാൻ ബാങ്ക്. ബാങ്കിൽ പങ്കാളിത്തമുള്ള ഇന്ത്യക്കാർ MA യൂസഫ് അലി, ആദിത്യ ബിർള ഗ്രൂപ്പ്. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സി അൽസിയോണസ്. ഭൂമിയിൽ നിന്ന് 3000 കോടി പ്രകാശവർഷം അകലെയാണ് ഈ താരാപഥം എന്ന് പറയുന്നത്. 2022 ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയമാണ് ബഹുഭാഷാ പഠനത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം, വെല്ലുവിളികളും അവസരങ്ങളും. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് ആക്കുളം തിരുവനന്തപുരത്ത്. കേരളത്തിൽ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വന്നത് വാഗമൺ.
യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ എയർ ഇന്ത്യ നടത്തുന്ന മിഷൻ വന്ദേ ഭാരത്. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായി ആരംഭിച്ച പദ്ധതി ബ്ലോസം. 2022 അന്തരിച്ച നടി PSC ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ. ആദ്യ നാടകം ബലി, ആദ്യ സിനിമ കൂട്ടുകുടുംബം. 2 തവണ മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2000 ഇറങ്ങിയ ശാന്തം എന്ന സിനിമയ്ക്കും 1991 ഇറങ്ങിയ അമരം എന്ന ഫിലിമിനുമാണ് ലഭിച്ചത്. 4 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിട്ടുണ്ട്. ആത്മകഥ കഥ തുടരും. 2021 റവന്യൂ പുരസ്കാരങ്ങൾ: മികച്ച ജില്ലാ കളക്ടർമാർ മൃണ്മയി ജോഷി, ഡോക്ടർ നവ്ജോത് ഖോസ, അലക്സാണ്ടർ. മികച്ച കളക്ട്രേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം. മികച്ച താലൂക്ക് ഓഫീസ് കണയന്നൂർ, എറണാകുളം. നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ വാഹിനി. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ നിലവിൽ വന്നത് ദുബായ്. പച്ച കലർന്ന ചുവപ്പ് എന്ന ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന പുസ്തകം എഴുതിയത് KT ജലീൽ. മതം, മതഭ്രാന്ത്, മതേതരത്വം എന്ന പുസ്തകം KT ജലീലിൻ്റെയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അധ്യാപക ജോലിയിൽ 1% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. വന്യജീവികൾക്ക് എക്സ്പ്രസ് വേ കടന്നു പോവാൻ ഹരിത മേൽപ്പാലം നിർമ്മിക്കുന്ന നഗരം നാഗ്പൂർ. രാജ്യത്തെ ആദ്യത്തെ അക്ഷര മ്യൂസിയം നിലവിൽ വരുന്നത് കോട്ടയത്ത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഥമ വനിതാ ഡയറക്ടറായി നിയമിതയായത് PS ശ്രീകല. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതി. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കാനായി രോഗമില്ലാത്ത ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്, ട്രിവാൻഡ്രം. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്രജീവിക. പെഗാസസ് അന്വേഷണത്തിന് നിയമിച്ച സാങ്കേതിക വിദഗ്ധ സമിതി മേൽനോട്ട ചുമതല വഹിക്കുന്ന മുൻ സുപ്രീം ജഡ്ജി RV രവീന്ദ്രൻ. പെഗാസസ് അന്വേഷണ സമിതിയിലെ സാങ്കേതിക വിഭാഗത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് N പ്രഭാകരൻ. എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപത്തുള്ള ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവള യൂഫൈലെറ്റിസ് ജലധാര. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായി നിയമിതനായത് K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റായി നിയമിതനായത് അശോകൻ ചരുവിൽ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയതിന് ഡിജിറ്റൽ ടെക്നോളജി സഭ 2022 ദേശീയ അവാർഡ് ലഭിച്ചത് കൈറ്റ് വിക്ടേഴ്സ്. സർക്കാർ മേഖലയിലെ രാജ്യത്തെ മികച്ച ക്ലൗഡ് സംവിധാനം വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. US സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തുന്ന ആദ്യ കറുത്ത വർഗക്കാരി കെറ്റാൻജി ബ്രൗൺ. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗ. ഭൂമി ഇടപാട്, കള്ളപ്പണക്കേസ് എന്നിവയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മഹാരാഷ്ട്ര ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി നവാബ് മാലിക്. സിയാലിന്റെ നേതൃത്വത്തിൽ സൗരോർജ പ്ലാന്റ് സ്ഥാപിതമായത് പയ്യന്നൂർ, കണ്ണൂരിൽ. ചാണകത്തിൽ നിന്നും വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ദിവസം സമ്മേളിച്ച നിയമസഭ കേരള നിയമസഭ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേരെ വധശിക്ഷയ്ക്ക് വിധിക്കാനിടയായ കേസ് അഹമ്മദാബാദ് സ്ഫോടനം. 38 പേർക്കാണ് വധശിക്ഷ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ നിരോധിക്കാൻ ഗവർണർ ഉത്തരവിട്ട സംസ്ഥാനം കേരളം. ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ദി ഇയർ പുരസ്കാരത്തിന് 2022 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ അത്ലറ്റ് നീരജ് ചോപ്ര. ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ സൗജന്യമായി നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി മന്ദഹാസം. കാബൂൾ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 2021 ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഏത് നേതാവിന്റെ തലയ്ക്കാണ് അമേരിക്ക $1 കോടി വിലയിട്ടത്? സനല്ല ഗഫാരി. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് തെലങ്കാന.
2022 IPL താരലേലത്തിൽ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ താരം ഇഷാൻ കിഷൻ. 5000 വർഷം പഴക്കമുള്ള മനുഷ്യന്റെ എല്ല് കണ്ടെത്തിയ ബ്രിട്ടനിലെ നദീതീരം തേംസ്. 2022 ISROയുടെ ആദ്യ ദൗത്യം PSLV C-52. ഗോവയിലെ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ PS ശ്രീധരൻപിള്ള. കേരളത്തിൽ ഒഴിവാക്കാൻ തീരുമാനിച്ച നികുതി കാർഷികാദായ നികുതി.